11 ഇന്ന് നമ്മൾ എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള ചാപ്റ്ററാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു സ്പീച്ചാണ്. അപ്പോൾ ആദ്യം നമുക്ക് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് ഒന്ന് നോക്കാം. വെൻ പീപ്പിൾ കം ടുഗെദർ ഫോർ എ കോസ് ഗ്രേറ്റ് തിങ്സ് ക്യാൻ ബി അച്ചീവ്ഡ്. അപ്പം ഒരുപാട് ആളുകൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ ഒരുപാട് മഹത്തരമായ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നേടിയെടുക്കുക. ഡോണ്ട് യു അഗ്രി? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ലേ? ദർ ആർ ന്യൂമറസ് എക്സാമ്പിൾസ് ഓഫ് ദിസ് ഇൻ ഹിസ്റ്ററി. അപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ ഇത്തരം ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, ഉദാഹരണങ്ങളുണ്ട്. ക്യാൻ യു മെൻഷൻ എ ഫ്യൂ ഓഫ് ദം? അതിൽ ഏതെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അത്തരം ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമോ എന്ന്. Our nation became free because of the united efforts of people from different walks of life, from different parts of the country. അപ്പോൾ നമ്മുടെ നേഷൻ ഫ്രീ ആയത്, അതായത് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് എങ്ങനെയാണ്? ബിക്കോസ് ഓഫ് ദി യുണൈറ്റഡ് എഫേർട്സ് ഓഫ് പീപ്പിൾ. ആളുകളുടെ ഒന്നിച്ചുള്ള, യുണൈറ്റഡ് എന്ന് പറയുമ്പോൾ ഒരുമയോടുകൂടിയുള്ള ഒന്നിച്ചുള്ള എഫേർട്സ് കാരണമാണ്. പീപ്പിൾ ഫ്രം ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ്, ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ഈ രാജ്യത്തിന്റെ പല പല ഭാഗത്തു നിന്നും പല പല രീതിയിൽ ജീവിതം നയിച്ചിരുന്ന ആളുകൾ ഒന്നിച്ചു കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു രീതിയിലേക്ക് ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എത്തിയത്. ലെറ്റ്സ് ലിസൺ ടു ജവഹർലാൽ നെഹ്റു സ്പീച്ച് ഓൺ ദ മൊമെന്റസ് ഒക്കേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അപ്പോൾ മൊമെന്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രധാനമായിട്ടുള്ള, അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സുപ്രധാനമായിട്ടുള്ള ആ ഒരു നിമിഷത്തിൽ, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ആ ഒരു അവസരത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പീച്ച് കേൾക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച എന്നാണ് അർത്ഥം. അപ്പോൾ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാലോ വിധി, വിധിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. Prime Minister Jawaharlal Nehru's address to the Constituent Assembly on the eve of India's independence. അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ തലേ ദിവസം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയോട് സംസാരിക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. അപ്പോൾ long years ago എന്ന് പറഞ്ഞ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് we made a tryst with destiny. നമ്മൾ എന്താണ് ചെയ്തിരുന്നത്? ഡെസ്റ്റിനിയുമായിട്ട്, വിധിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. And now the time comes when we shall redeem our pledge. അങ്ങനെ ഇപ്പോൾ നമ്മൾ അന്ന് കൊടുത്ത ആ ഒരു വാക്ക്, പ്ലെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാക്ക് കൊടുക്കുക അല്ലെ, പ്രതിജ്ഞ ചെയ്യുക. അപ്പം നമ്മൾ അന്ന് ചെയ്ത ആ ഒരു പ്രതിജ്ഞ വീണ്ടെടുക്കാനായിട്ടുള്ള സമയമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. റിഡീം ചെയ്യാന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുക, പ്ലെഡ്ജ് പ്രതിജ്ഞ. നോട്ട് ഹോളി ഓർ ഇൻ ഫുൾ മെഷർ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടല്ല എന്നാണ് അതിന്റെ അർത്ഥം. ബട്ട് വെരി സബ്സ്റ്റാൻഷ്യലി, പക്ഷെ ഗണ്യമായ രീതിയിൽ. സബ്സ്റ്റാൻഷ്യലി എന്ന് പറഞ്ഞാൽ കൺസിഡറബിൾ ആയ രീതിയിൽ, ഗണ്യമായ രീതിയിൽ. പൂർണ്ണമായിട്ടല്ല എന്നുണ്ടെങ്കിലും ഗണ്യമായ രീതിയിൽ നമ്മൾ ആ ഒരു പ്രതിജ്ഞ വീണ്ടെടുക്കേണ്ട സമയമാണ് ഇപ്പോൾ എന്നാണ് പറയുന്നത്. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റ് അവർ വെൻ ദ വേൾഡ് സ്ലീപ്സ് ഇന്ത്യ വിൽ അവേക്ക് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റ് അവർ എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രിയിൽ. വെൻ ദ വേൾഡ് സ്ലീപ്സ്, ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത്. ഇന്ത്യ വിൽ അവേക്ക് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. ഇന്ത്യ അവേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണരുക. എന്തിലേക്കാണ്? ലൈഫിലേക്കും ഫ്രീഡത്തിലേക്കും ജീവിതത്തിലേക്കും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിലേക്കും ഇന്ത്യ ഉണരും. അർദ്ധരാത്രിയിൽ ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് എന്താണ് ചെയ്യുക? ഇന്ത്യക്കൊരു പുതിയ ജീവിതം കിട്ടിയതുപോലെയാണ്, സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടുള്ള ആ ഒരു പുതിയ ജീവിതം. ഇന്ത്യ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ഉണരുകയാണ് ചെയ്യുക എന്നാണ് പറയുന്നത്. A moment comes which comes but rarely in history when we step out from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. അപ്പോൾ a moment comes എന്താണ്? ആ ഒരു നിമിഷം വരുന്നു. വിച്ച് കംസ് ബട്ട് റയർലി ഇൻ ഹിസ്റ്ററി. അത് സാധാരണയായിട്ട് എന്താണ്? സംഭവിക്കുന്നതാണ്, പക്ഷെ ചരിത്രത്തിൽ റെയറായിട്ട് മാത്രമേ, വളരെ കുറച്ചു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ അത്തരം ഒരു നിമിഷം എന്നാണ് പറയുന്നത്. ചരിത്രത്തിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ വളരെ റെയർ ആയിട്ട് മാത്രമാണ് ഉള്ളൂ. വെൻ വി സ്റ്റെപ്പ് ഔട്ട് ഫ്രം ദ ഓൾഡ് ടു ദ ന്യൂ, നമ്മൾ എന്താണ് പഴയതിൽ നിന്ന് പുതിയതിലേക്ക് ഒരു ചുവട് വെക്കുമ്പോൾ,
when an age ends and when the soul of a nation long suppressed finds utterance. പിന്നെ എന്താണ് ആ നിമിഷത്തിന്റെ പ്രത്യേകത? when an age ends, ഒരു കാലഘട്ടം കഴിയാണ്, and when the soul of a nation, ഒരു രാജ്യത്തിന്റെ സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ്. long suppressed, കുറേ വർഷങ്ങളായിട്ട് എന്താണ് സപ്രസ് ചെയ്യപ്പെട്ടാന്ന് വെച്ചാൽ അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യത്തിന്റെ ആത്മാവ് finds utterance. എന്താണ് utterance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശബ്ദം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യത്തിന്റെ ആത്മാവിന് ശബ്ദം കിട്ടുന്ന ആ ഒരു നിമിഷമാണ് ഇത് എന്നാണ് അതിന്റെ അർത്ഥം. It is fitting that at this solemn moment we take the pledge of dedication to the service of India and her people and to the still larger cause of humanity. It is fitting എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസരത്തിലാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അനുയോജ്യമായ എന്നുള്ള അർത്ഥമാണ് ഇറ്റ് ഇസ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അറ്റ് ദിസ് സോളം മൊമെന്റ്, സോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ആയിട്ടുള്ള, ഗംഭീരമായിട്ടുള്ള ഈ ഒരു മൊമെന്റിൽ, ഈ ഒരു നിമിഷത്തിൽ വി ടേക്ക് ദ പ്ലെഡ്ജ് ഓഫ് ഡെഡിക്കേഷൻ. എന്താണ്? നമ്മൾ സമർപ്പണത്തിനായിട്ടുള്ള ആ ഒരു പ്രതിജ്ഞ എടുക്കുക. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ സമർപ്പണം. ടു ദി സർവീസ് ഓഫ് ഇന്ത്യ ആൻഡ് ഹർ പീപ്പിൾ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയുടെയും ഇന്ത്യയിലെ ജനങ്ങളുടെയും സർവീസിന് വേണ്ടിയിട്ട്, സേവനത്തിന് വേണ്ടിയിട്ട്. ആൻഡ് ടു ദ സ്റ്റിൽ ലാർജർ കോസ് ഓഫ് ഹ്യൂമാനിറ്റി, അതുപോലെ തന്നെ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടും. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി മാത്രം എന്നുള്ളതിലുപരി മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പ്ലെഡ്ജ് ഓഫ് ഡെഡിക്കേഷൻ എടുക്കാനായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നിമിഷം ഇതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. At the dawn of history, India started on her unending quest, and the trackless centuries are filled with her striving and grandeur of her success and failures. Dawn എന്ന് പറഞ്ഞ പ്രഭാതം. Dawn of history എന്ന് പറയുമ്പോൾ ചരിത്രത്തിന്റെ പ്രഭാതത്തിൽ എന്താണ്? ഇന്ത്യ സ്റ്റാർട്ടഡ് ഓൺ ഹെർ അൺഎൻഡിങ് ക്വസ്റ്റ്. അൺഎൻഡിങ് ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്ത അന്വേഷണം എന്നാണ്. അങ്ങനെ ഒരു അന്വേഷണം ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ട്രാക്ലെസ് സെഞ്ചുറീസ്, എത്രയോ നൂറ്റാണ്ടുകൾ ആ ഫിൽ വിത്ത് ഹർ സ്ട്രൈവിംഗ് ആൻഡ് ഗ്രാൻഡിയർ. അപ്പം എത്രയോ നൂറ്റാണ്ടുകൾ ഇന്ത്യയുടെ സ്ട്രൈവിംഗ് ആൻഡ് ഗ്രാൻഡിയർ എന്ന് പറഞ്ഞാൽ, ഗ്രാൻഡിയർ എന്ന് പറഞ്ഞാൽ മഹത്വം, അതുപോലെ തന്നെ സ്ട്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശ്രമങ്ങളാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള അതിയായ പരിശ്രമത്തിനെയാണ് സ്ട്രൈവിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പരിശ്രമങ്ങളും ഇന്ത്യയുടെ മഹത്വവും നിറഞ്ഞ ഒരുപാട് സെഞ്ചുറീസ് അഥവാ നൂറ്റാണ്ടുകൾ കടന്നുപോയി. ഓഫ് ഹർ സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ്, അതുപോലെ തന്നെ ആ സെഞ്ചുറീസിൽ വേറെ എന്തൊക്കെയാണ് ഉള്ളത്? ഇന്ത്യയുടെ സക്സസ്, വിജയവും അതുപോലെ തന്നെ ഫെയിലിയേഴ്സ്, പരാജയവും ഉണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തില് ഒരുപാട് വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രൗഢിയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്രൂ ഗുഡ് ആൻഡ് ഇൽ ഫോർച്യൂൺ alike she has never lost sight of that quest or forgot the ideals which gave her strength. അപ്പം എന്താണ്? ഭാഗ്യമുള്ള സമയങ്ങളിൽ, സൗഭാഗ്യകരമായ നിമിഷങ്ങളിലും ദൗർഭാഗ്യകരമായിട്ടുള്ള നിമിഷങ്ങളിലും ഇന്ത്യ എന്ന രാജ്യം ഒരിക്കലും തൻ്റെ ആ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യം മറന്നിട്ടില്ല. അതുപോലെ തന്നെ ആ അന്വേഷണത്തിനായിട്ട് തനിക്ക് ശക്തി പകർന്ന ഐഡിയൽസ്, അതായത് ആദർശങ്ങൾ, അവയെയും കൈവിട്ടിട്ടില്ല, മറന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുഡ് ആൻഡ് ഇൽ ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുഡ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ എന്താ? സൗഭാഗ്യമുള്ള സമയം, സൗഭാഗ്യകരമായ. ഇൽ ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യകരമായ, അത്ര നമുക്കൊരു ഭാഗ്യമില്ലാത്ത സമയം എന്ന് പറയില്ലേ നമ്മൾ, അതിനെയാണ്. അലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ. ഫൊഗോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? മറക്കുക. അപ്പോൾ ഇവിടെ മറന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഐഡിയൽസ്, ആദർശം. സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ശക്തി. We end today a period of misfortunes and India discovers herself again. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? മിസ്ഫോർച്യൂൺസിന്റെ ഒരു സമയം അവസാനിപ്പിക്കുകയാണ്. ദൗർഭാഗ്യകരമായ ഒരു കാലഘട്ടം അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം എന്താണ് ചെയ്യുന്നത്? ഇന്ത്യ ഡിസ്കവേഴ്സ് ഹെർസെൽഫ് അഗൈൻ. ഇന്ത്യ സ്വയം തന്നെ വീണ്ടും തിരിച്ചറിയുന്ന അല്ലെങ്കിൽ വീണ്ടെടുക്കുന്ന ആ ഒരു സമയമാണ് വന്നിട്ടുള്ളത്. ഡിസ്കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവിഷ്കരിക്കുക, കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ ഇന്ത്യ തന്നെ വീണ്ടെടുക്കുന്ന ആ ഒരു ദിവസമാണ്. ദി അച്ചീവ്മെന്റ് വി സെലിബ്രേറ്റ് ടുഡേ ഇസ് ബട്ട് എ സ്റ്റെപ്പ്
an opening of opportunity to the greater triumph and achievements that await us. Await എന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തിരിക്കുക എന്നാണ്. അപ്പോൾ the achievement we celebrate today, ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന achievement, നേട്ടം എന്ന് പറയുന്നത് എന്താണ്? is but a step, ഒരു കാൽവയ്പാണ്. an opening of opportunity to the greater triumphs and achievements that await us, നമ്മെ കാത്തിരിക്കുന്ന എന്താണ്? വലിയ ട്രയംഫ് എന്ന് പറഞ്ഞാൽ വിജയം, വലിയ വലിയ വിജയങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ നേട്ടങ്ങളിലേക്കുമുള്ള ഒരു കാൽവയ്പാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ, ഇനി ഭാവിയിൽ നമുക്കായിട്ട് ഒരുപാട് വിജയങ്ങളുടെയും നേട്ടങ്ങളുടെയും അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാമുള്ള ഒരു ചുവടുവയ്പ് മാത്രമാണ് ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന, ആഘോഷിക്കുന്ന ഈ ഒരു നേട്ടം എന്ന് പറയുന്നത്. ആ നേട്ടം എന്താണ്? ഇൻഡിപെൻഡൻസ് ആണ്, അല്ലെ? സ്വതന്ത്രമായിട്ടുള്ള ഇന്ത്യ. ആർ വി ബ്രേവ് ഇനഫ് ആൻഡ് വൈസ് ഇനഫ് ടു ഗ്രാസ്പ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ആക്സെപ്റ്റ് ദ ചാലഞ്ച് ഓഫ് ഫ്യൂച്ചർ? എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ആർ വി ബ്രേവ് ഇനഫ് ആൻഡ് വൈസ് ഇനഫ്? നമ്മൾ അത്രയും ധൈര്യമുള്ളവരാണോ, നമ്മൾ അത്രയും വിവേകമുള്ളവരാണോ എന്നാണ് ചോദിക്കുന്നത്. ടു ഗ്രാസ്പ് ദിസ് ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ പിടിക്കാനായിട്ട്, ഗ്രാസ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പിടിക്കാനാണ്. ആൻഡ് ആക്സെപ്റ്റ് ദ ചാലഞ്ച് ഓഫ് ഫ്യൂച്ചർ, ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സ്വീകരിക്കുക. ദ ചാലഞ്ച്, വെല്ലുവിളി, ഓഫ് ഫ്യൂച്ചർ, ഭാവിയിലെ. അപ്പോൾ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചാലഞ്ചസ്, ഇപ്പോൾ നമ്മളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ തുറന്നു കിട്ടുമെന്ന് പറയുമ്പോഴും അതോടൊപ്പം ഒരുപാട് വെല്ലുവിളികളും വരും. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും അതുപോലെ തന്നെ അതോടൊപ്പം വരുന്ന ആ ചാലഞ്ചസിനെ ഫേസ് ചെയ്യാനും നമ്മൾ തയ്യാറാണോ, അതിനുള്ള വിവേകവും ധൈര്യവും നമുക്കുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഫ്രീഡം ആൻഡ് പവർ ബ്രിങ് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരവാദിത്വം. അപ്പം ഫ്രീഡം, സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ പവറും എന്താണ് കൊണ്ടുവരുന്നത്? ഉത്തരവാദിത്വം കൊണ്ടുവരുന്നു. The responsibility rests upon this assembly, a sovereign body representing the sovereign people of India. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ആരിലാണ്? ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സോവറീൻ ബോഡി റെപ്രസെന്റിങ് ദ സോവറീൻ പീപ്പിൾ ഓഫ് ഇന്ത്യ. സോവറീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാധികാരം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പരമാധികാരമുള്ള ജനതയെ റെപ്രസെന്റ് ചെയ്യുന്ന, പ്രതിനിധീകരിക്കുന്ന പരമാധികാരമുള്ള ഒരു അസംബ്ലിയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അപ്പം ഈ ഫ്രീഡത്തോടൊപ്പം വരുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞില്ലേ, അത് ആരാണ് ഇപ്പൊ ഏൽക്കേണ്ടത്? ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്. ബിഫോർ ദ ബർത്ത് ഓഫ് ഫ്രീഡം വി ഹാവ് എൻഡ്യൂർഡ് ഓൾ ദ പെയിൻസ് ഓഫ് ലേബർ ആൻഡ് അവർ ഹാർട്ട്സ് ആർ ഹെവി വിത്ത് ദ മെമ്മറി ഓഫ് ദ സോറോ. സോറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമം എന്നാണ്. അപ്പോ ബിഫോർ ദ ബർത്ത് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന്റെ ജനനത്തിന് മുൻപ്, വി ഹാവ് എൻഡ്യൂർഡ്. എൻഡ്യൂർ ചെയ്യാന്ന് പറഞ്ഞാൽ സഹിക്കുക. അപ്പം നമ്മൾ ഓൾറെഡി സഹിച്ചു കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാളും മുൻപ്. എന്താണ്? ഓൾ ദ പെയിൻസ് ഓഫ് ലേബർ. ലേബർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ, ഈ പ്രസവ വേദന എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ ലേബർ പെയിൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വതന്ത്ര ഭാരതം ജനിക്കുന്നതിന് മുൻപ് അതിന്റെ എല്ലാ വേദനയും ഓൾറെഡി ഭാരതം അനുഭവിച്ചു കഴിഞ്ഞു. എന്നിട്ട് our hearts are heavy with the memory of this sorrow. അന്ന് അനുഭവിച്ച ആ വേദനകൾ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിനെ ഹെവി ആക്കിക്കൊണ്ടിരിക്കുകയാണ്, ഭാരമുള്ളതാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറയുന്നത് സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിലും അതിന് മുൻപ് കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഓർമ്മകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമരം മറ്റൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് ക്രൂരതകളും കാര്യങ്ങളൊക്കെ നടക്കും, ഒരുപാട് പേരുടെ ജീവൻ പോവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും വേദനയുണ്ട് മനസ്സിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. സം ഓഫ് ദോസ് പെയിൻസ് കണ്ടിന്യൂ ഈവൻ നൗ. അപ്പം അത്തരം ചില വേദനകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നെവർദലെസ് ദ പാസ്റ്റ് ഇസ് ഓവർ ആൻഡ് ഇറ്റ് ഇസ് ദ ഫ്യൂച്ചർ ദാറ്റ് ബെക്കൺസ് അസ് നൗ. നെവർദലെസ് എന്ന് വെച്ചാൽ എങ്കിലും, ദ പാസ്റ്റ് ഇസ് ഓവർ എന്താണ്?
കഴിഞ്ഞു പോയ കാലഘട്ടം, അത് ഓൾറെഡി കഴിഞ്ഞു പോയതാണല്ലേ. ആൻഡ് ഇറ്റ് ഈസ് ദ ഫ്യൂച്ചർ ദാറ്റ് ബെക്കൻസ് അസ് നൗ. ബെക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാടി വിളിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പം ആ കഴിഞ്ഞു പോയ കാലഘട്ടം തീർന്നു, ഇനി അതില്ല. ഇനി നമ്മളെ മാടി വിളിക്കുന്നത് എന്താണ്? ഫ്യൂച്ചർ ആണ് അല്ലെ, ഭാവി കാലാണ്, ഭാവിയാണ് നമ്മളെ മാടി വിളിക്കുന്നത് എന്നാണ് പറയുന്നത്. ദാറ്റ് ഫ്യൂച്ചർ ഇസ് നോട്ട് വൺ ഓഫ് ഈസ് ഓർ റെസ്റ്റിംഗ് ബട്ട് ഓഫ് ഇൻസെസന്റ് സ്ട്രൈവിംഗ് സോ ദാറ്റ് വി മേ ഫുൾഫിൽ ദ പ്ലെജസ് വി ഹാവ് സോ ഓഫൻ ടേക്കൻ ആൻഡ് ദ വൺ വി ഷാൽ ടേക്ക് ടുഡേ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഫ്യൂച്ചർ നമ്മളെ മാടി വിളിക്കുന്നു എന്ന് പറയുമ്പോഴും ദ ഫ്യൂച്ചർ ഇസ് നോട്ട് വൺ ഓഫ് ഈസ് ഓർ റെസ്റ്റിംഗ്, വരാൻ പോകുന്ന ആ ഭാവി കാലം എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒന്നല്ല, അതുപോലെ തന്നെ നമുക്ക് വിശ്രമം കിട്ടുന്ന ഒരു കാലഘട്ടം എന്നല്ല ആ ഫ്യൂച്ചറിന്റെ അർത്ഥം. ബട്ട് ഓഫ് ഇൻസെസന്റ് സ്ട്രൈവിംഗ്. ഇൻസെസന്റ് എന്ന് വെച്ചാൽ നിരന്തരമായ, സ്ട്രൈവിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രമങ്ങൾ. അപ്പോ ആ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയമല്ല, ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കിട്ടുന്ന സമയമല്ല, അത് നിരന്തരമായ പ്രയത്നത്തിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. സോ ദാറ്റ് വി മേ ഫുൾഫിൽ ദ പ്ലെജസ് വി ഹാവ് സോ ഓഫൻ ടേക്കൻ ആൻഡ് ദ വൺ വി ഷാൽ ടേക്ക് ടുഡേ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾഫിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നിറവേറ്റുക. ദ പ്ലെജസ് വി ഹാവ് സോ ഓഫൻ ടേക്കൻ, നമ്മൾ പലപ്പോഴായിട്ട് എടുത്തിട്ടുള്ള പ്രതിജ്ഞകളൊക്കെ നിറവേറ്റാനും, അതേപോലെ തന്നെ ആൻഡ് ദ വൺ വി ഷാൽ ടേക്ക് ടുഡേ, ഇന്ന് നമ്മൾ എടുക്കുന്ന ആ പ്രതിജ്ഞകൾ നിറവേറ്റാനും നമുക്ക് പറ്റണമെങ്കിൽ എന്താണ്? നിരന്തരമായ പ്രയത്നം ആവശ്യമാണ്. ദ സർവീസ് ഓഫ് ഇന്ത്യ മീൻസ് ദ സർവീസ് ഓഫ് ദ മില്യൺസ് ഹു സഫർ. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയുള്ള സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫർ ചെയ്യുന്ന, ബുദ്ധിമുട്ടുന്ന ആളുകൾ, മില്യൺസ് ഓഫ് ആളുകൾ. മില്യൺസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ലക്ഷക്കണക്കിന്, 10 ലക്ഷത്തിനാണ് നമ്മൾ മില്യൺ എന്ന് പറയുക അല്ലെ. അപ്പോൾ അത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് എന്നാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് ദി എൻഡിങ് ഓഫ് പോവർട്ടി ആൻഡ് ഇഗ്നറൻസ് ആൻഡ് ഡിസീസസ് ആൻഡ് ഇൻഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. അതിന്റെ അർത്ഥം എന്താണ്? മീനിങ് ദ എൻഡിങ് ഓഫ് പോവർട്ടി. പോവർട്ടി എന്ന് വെച്ചാൽ ദാരിദ്ര്യം മാറ്റുക, മുഴുവനായിട്ട് അവസാനിപ്പിക്കുക. ആൻഡ് ദി ഇഗ്നറൻസ്. ഇഗ്നറൻസ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ, അജ്ഞത എന്നൊക്കെ പറയാം. ആൻഡ് ഡിസീസസ്, അസുഖങ്ങൾ. ആൻഡ് ഇനീക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളിലുള്ള ഇനീക്വാലിറ്റി, അസമത്വം. ഇതൊക്കെ മാറ്റുക. എന്തൊക്കെയാണ് മാറ്റേണ്ടത്? ദാരിദ്ര്യം, അജ്ഞത, അസുഖങ്ങൾ, അതുപോലെ തന്നെ അവസരങ്ങളിലെ അസമത്വം, ഇതൊക്കെ തുടച്ചു നീക്കുക. ദി ambition of the greatest men of our generation has been to wipe every tear from every eye. അപ്പോൾ ദി ambition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലക്ഷ്യം ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മെൻ ഓഫ് അവർ ജനറേഷൻ, ഈ ജനറേഷനിലെ ഏറ്റവും മഹത്തരമായ വ്യക്തികളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹാസ് ബീൻ ടു വൈപ്പ് എവ്രി ടിയർ ഫ്രം എവ്രി ഐ. ഓരോ കണ്ണിലെ ഓരോ കണ്ണുനീർ തുള്ളിയും മായ്ക്കുക, തുടച്ചു കളയുക എന്നുള്ളതായിരുന്നു. വൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടച്ചു മാറ്റുക അല്ലെങ്കിൽ തുടച്ചു കളയുക. ദാറ്റ് മേ ബി ബിയോണ്ട് അസ്. അത് നമ്മളുടെ പരിധിക്ക് പുറത്തായിരിക്കാം. ബിയോണ്ട് അസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് ആസ് ലോങ് ആസ് ദർ ആർ ടിയേഴ്സ് ആൻഡ് സഫറിങ്. പക്ഷെ എത്രത്തോളം കാലം ടിയേഴ്സ് എന്താണ്? കണ്ണുനീര്, അതുപോലെ തന്നെ സഫറിങ്, ബുദ്ധിമുട്ടുകൾ. എത്ര കാലം സഫറിങ്സും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ആളുകളുടെ കണ്ണീരും ഉണ്ടോ, സോ ലോങ് അവർ വർക്ക് വിൽ നോട്ട് ബി ഓവർ. അത്രയും കാലം നമ്മളുടെ ആ ജോലി ചെയ്ത് കഴിയില്ല എന്നുള്ളതാണ്. നമ്മളുടെ പ്രയത്നം തീരില്ല. കാരണം നമ്മളെടുത്ത പ്രതിജ്ഞ ഈ കാര്യങ്ങളൊക്കെ തുടച്ചു മാറ്റണമെന്നല്ലേ. അപ്പൊ അത് മാറ്റുന്നവരെയും നമ്മൾ പ്രയത്നിക്കണം. ആൻഡ് സോ വി ഹാവ് ടു ലേബർ ആൻഡ് ടു വർക്ക് ഹാർഡ് ടു ഗിവ് റിയാലിറ്റി ടു അവർ ഡ്രീംസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ലേബർ എന്ന് ഉദ്ദേശിക്കുന്നത് ജോലി എന്നുള്ള രീതിയിലാണ്, പരിശ്രമം, ജോലി. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരുപാട് നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്, വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ടു ഗിവ് റിയാലിറ്റി ടു അവർ ഡ്രീംസ്. എന്തിനാണ്? നമ്മളുടെ ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനായിട്ട്. ദോസ് ഡ്രീംസ് ആർ ഫോർ ഇന്ത്യ ബട്ട് ദേ ആർ ഓൾസോ ഫോർ ദ വേൾഡ്, ഫോർ ഓൾ ദ നേഷൻസ് ആൻഡ് പീപ്പിൾസ്. അപ്പോൾ ആ ഡ്രീം, ആ സ്വപ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടിയുള്ളതാണ്. ബട്ട് ദേ ആർ ഓൾസോ ഫോർ ദ വേൾഡ്. അത് ലോകത്തിന് വേണ്ടിയുള്ളത് കൂടിയാണ്. ആൻഡ് ഫോർ ഓൾ നേഷൻസ്. എന്താ? എല്ലാ നേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും, എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ആൻഡ് ദ പീപ്പിൾസ്. അതുപോലെ തന്നെ ജനങ്ങൾക്കുള്ളതാണ്, എല്ലാ ജനങ്ങൾക്കും. ആർ ടു ക്ലോസ്ലി നിറ്റ് ടുഗെദർ ടുഡേ ഫോർ എനി വൺ ഓഫ് ദം ടു ഇമാജിൻ ദാറ്റ് ഇറ്റ് ക്യാൻ ലിവ് അപ്പാർട്ട്. അപ്പോ ഈ കാലം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളും ക്ലോസ്ലി നിറ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇഴുകിച്ചേർന്നാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ജനങ്ങളോ രാജ്യങ്ങളോ ഒക്കെ സെപ്പറേറ്റ് ആണ് എന്ന് വിചാരിക്കാനായിട്ട്, ആ രീതിയിൽ സങ്കല്പിക്കാനായിട്ട് തന്നെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ലിവ് അപ്പാർട്ട് എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുക, ഇമാജിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, സങ്കല്പിക്കുക. അപ്പോ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് സത്യത്തിൽ ഇന്ത്യക്ക് വേണ്ടിയുള്ള സ്വപ്നം മാത്രമല്ല, എന്താണ്, ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ടുള്ള, എല്ലാ രാജ്യങ്ങൾക്കും അതിലെ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സ്വപ്നമാണ്. കാരണം എല്ലാവരും ഇപ്പം എന്താണ്, ഇഴുകിച്ചേർന്നാണ് ജീവിക്കുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ല, എല്ലാവരും തമ്മിൽ കണക്റ്റഡ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ പീപ്പിൾസ് എന്ന് എഴുതിയിട്ട് ഒരു സ്റ്റാർ, ഒരു ആസ്ട്രിസ്ക് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. ശരിക്കും പീപ്പിൾ എന്ന് പറയുന്നത് തന്നെ ഒരു പ്ലൂറൽ ആയിട്ടുള്ള വാക്കാണ്. അതൊന്നിൽ കൂടുതൽ ആളുകളെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പീപ്പിൾസ് എന്ന് എഴുതിയത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് അല്ല, അല്ലെങ്കിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് അല്ല. അപ്പോ ഇവിടെ പീപ്പിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല പല കൾച്ചറിലെ, പല പല ഗോത്രങ്ങളിലെ, പല റേസിലെ ഒക്കെ ആയിട്ടുള്ള പല രാജ്യങ്ങളിലെ ആളുകളെ ഒന്നിച്ചു ചേർത്തിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് പീപ്പിൾസ് എന്ന് എഴുതിയിട്ടുള്ളത്. സാധാരണയായിട്ട് നമ്മൾ എഴുതുമ്പോൾ പീപ്പിൾ എന്ന് മാത്രമാണ് എഴുതുക. പീപ്പിൾ തന്നെ ഒരു പ്ലൂറൽ ആയിട്ടുള്ള വാക്കാണ്. ഓക്കെ, പീസ് ഇസ് സെഡ് ടു ബി ഇൻഡിവിസിബിൾ, സോ ഇസ് freedom, so is prosperity now, and so also is disaster in this one world that can no longer be split into isolated fragments. Appo പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമാധാനം ഇൻഡിവിസിബിൾ ആണ് എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണ്, അവിഭാജ്യമായ എന്നൊക്കെ പറയാം. അവിഭാജ്യമായിട്ടുള്ള ഒന്നാണ് എന്ത്, സമാധാനം. അതുപോലെ തന്നെയാണ് ഫ്രീഡം, സ്വാതന്ത്ര്യവും. അതുപോലെ തന്നെയാണ് പ്രോസ്പെരിറ്റി എന്ന് വെച്ചാൽ സമൃദ്ധി. ആൻഡ് സോ ഓൾസോ ഇസ് ഡിസാസ്റ്റർ, അതുപോലെ തന്നെയാണ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ ദുരന്തവും. ഇൻ ദിസ് വൺ വേൾഡ് ദാറ്റ് ക്യാൻ നോ ലോങ്ങർ ബി സ്പ്ലിറ്റ് ഇൻ ടു ഐസൊലേറ്റഡ് ഫ്രാഗ്മെന്റ്സ്. അപ്പം ഇപ്പോഴത്തെ ലോകം എന്ന് പറയുന്നത് ഒന്നാണ്, അതിനി ചെറിയ ചെറിയ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒറ്റപ്പെട്ട ഫ്രാഗ്മെന്റ്സ്, കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡിസാസ്റ്റർ, ദുരന്തം എന്ന് പറയുന്നതും അവിഭാജ്യമായിട്ടുള്ള ഒന്നാണ്. അതായത് വേൾഡിലെ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അത് ഈ ലോകത്തെ മറ്റു ഭാഗങ്ങളെയും ബാധിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹൂസ് റെപ്രസെന്റേറ്റീവ്സ് വി ആർ, വി മേക്ക് എൻ അപ്പീൽ ടു ജോയിൻ us വിത്ത് ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദിസ് ഗ്രേറ്റ് അഡ്വെഞ്ചർ. ഇനി ഇന്ത്യയിൽ ജനങ്ങളോടായിട്ടുള്ള ഒരു അപ്പീലാണ്, ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷയാണ് പറയുന്നത്. ഹൂസ് റെപ്രസെന്റേറ്റീവ്സ് വി ആർ, ഞങ്ങൾ എന്താണ്, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലെ? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. അപ്പം റെപ്രസെന്റേറ്റീവ്സ് എന്ന് വെച്ചാൽ പ്രതിനിധികൾ. വി മേക്ക് എൻ അപ്പീൽ ടു ജോയിൻ us, അപ്പൊ അവരെന്ത് ചെയ്യാണ്, ഒരു റിക്വസ്റ്റ് ചെയ്യാണ് ജനങ്ങളോട് ഞങ്ങളെ ജോയിൻ ചെയ്യാനായിട്ട്. വിത്ത് ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദിസ് ഗ്രേറ്റ് അഡ്വെഞ്ചർ. അപ്പോൾ ഈ സാഹസികമായിട്ടുള്ള ആ ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഈ യാത്രയിലെ, അഡ്വെഞ്ചർ എന്ന് വെച്ചാൽ സാഹസികമായ, ജോയിൻ ചെയ്യാനായിട്ട് പറയാണ് ജനങ്ങളോട്. വിത്ത് ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ്, ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, അതുപോലെ തന്നെ കോൺഫിഡൻസ് ആത്മവിശ്വാസം. അപ്പൊ ആത്മവിശ്വാസത്തോടും പൂർണ്ണമായ വിശ്വാസത്തോടും കൂടിയിട്ട് ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ്സിനെ ജോയിൻ ചെയ്യാനായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്യാണ്. എന്തിന്, ഈ ഒരു അഡ്വെഞ്ചറിൽ. ദിസ് ഇസ് നോ ടൈം ഫോർ പെറ്റി ആൻഡ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഈ ഒരു സമയം എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കുറ്റപ്പെടുത്തുക, അതേപോലെ തന്നെ വിമർശിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സമയമല്ല. പെറ്റി എന്ന് വെച്ചാൽ ചെറിയ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ ചെറുതാക്കി കാണുകയോ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു സമയമല്ല ഇത് എന്നാണ്. നോ ടൈം ഫോർ ഇൽ വിൽ ഓർ ബ്ലെയിമിങ് അതേഴ്സ്. ഇത് ഇൽ വിൽ എന്ന് വെച്ചാൽ അനിഷ്ടം, താല്പര്യക്കുറവ് കാണിക്കാനോ അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറ്റപ്പെടുത്തുക. അപ്പൊ ഇത് ആരെയും ചെറുതായി കാണാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അവരോടുള്ള ഒരു ഇഷ്ടക്കേട് പ്രകടിപ്പിക്കാനോ ഒന്നുള്ള അവസരം അല്ല. വി ഹാവ് ടു ബിൽഡ് ദ നോബിൾ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ വേർ ഓൾ ഹെർ ചിൽഡ്രൻ മേ ഡ്വെൽ. അപ്പോ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വതന്ത്ര ഇന്ത്യയുടെ മഹത്തായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ഒരു കൊട്ടാരം നമ്മൾ പണിയണം. ഇന്ത്യയുടെ എല്ലാ കുട്ടികൾക്കും അവിടെ താമസിക്കാനായിട്ട് കഴിയണം എന്നാണ് പറയുന്നത്. അപ്പോൾ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, പണിയുക. നോബിൾ മാൻഷൻ, ഒരു ശ്രേഷ്ഠമായിട്ടുള്ള, നോബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ള, മഹത്തായിട്ടുള്ള എന്നൊക്കെയാണ്. മാൻഷൻ എന്ന് പറഞ്ഞാൽ മാളിക, കൊട്ടാരം എന്നൊക്കെ ഉള്ള അർത്ഥമാണ്.
ഡ്വെൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വസിക്കുക, താമസിക്കുക. അപ്പോൾ ഇന്ത്യയുടെ എല്ലാ മക്കൾക്കും താമസിക്കാനായിട്ട് കഴിയുന്ന ഒരു ശ്രേഷ്ഠമായ മാളിക പണിയണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്പീച്ചിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. പിന്നീട് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം 1889 ജനിച്ചു, 1964 അന്തരിച്ചത്. അദ്ദേഹം അന്ന് അലഹബാദ് എന്നും ഇന്ന് പ്രയാഗ്രാജ് എന്നും അറിയപ്പെടുന്ന ആ സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹം മോത്തിലാൽ നെഹ്റുവിന്റെയും അതുപോലെ തന്നെ സ്വരൂപ് റാണിയുടെയും ഏറ്റവും മൂത്ത മകനായിരുന്നു. 15 ഓഗസ്റ്റ് 1947 തൊട്ട് അദ്ദേഹം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തുടർന്നു. അദ്ദേഹത്തിന്റെ മരണം വരെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇത് കൂടാതെ തന്നെ പൊളിറ്റിക്സിലുള്ള കാര്യം, പ്രൈം മിനിസ്റ്റർ എന്നുള്ളതൊക്കെ കൂടാതെ തന്നെ അദ്ദേഹം ഒരു റൈറ്റർ ആയിരുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ ബുക്സ് ഇംഗ്ലീഷിലാണ് മെയിൻ ആയിട്ടും പറയുന്നത്. അദ്ദേഹത്തിന്റെ ബുക്സ് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചില വർക്ക്സിന്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്ലിംസസ് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററി 1934 പബ്ലിഷ് ചെയ്തത്, ആൻഡ് ഓട്ടോബയോഗ്രഫി 1936 പബ്ലിഷ് ചെയ്തത്, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ 1946 തുടങ്ങിയവ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.